യൂഷ്വലി നമ്മളൊരു എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ യു വുഡ് നീഡ് ടു ഷോ ലൈക്ക് എ വെരി ലൈക്ക് കൊളാറ്ററൽസ് നമ്മൾ കാണിക്കണം, റൈറ്റ്? ഇപ്പം നമ്മുടെ ബാച്ചിലേഴ്സ് പ്രോഗ്രാമിൽ ഏറ്റവും ടോപ്പായിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ എസ്പെഷ്യലി ഇന്ത്യൻ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഏതൊക്കെ സ്ട്രീമിലുള്ള ബാച്ചിലേഴ്സ് പ്രോഗ്രാംസ് ആയിരിക്കും? Trent is obviously a public university founded in 1964 based out of Ontario. നമ്മുടെ പ്രൊഫൈൽ, നമ്മുടെ വിസ ആപ്ലിക്കേഷൻ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിലും മേ ബി ഫോർ സം റീസൺ ഒരു റിലേഷനിലേക്ക് പോകാനുള്ള ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട്. ഐ എം സ്മിത റിബലോ, ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ, അപ്ലൈ ബോർഡ്. നമ്മളുടെ കൂടെ ഇന്നുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്, ട്രെൻഡ് യൂണിവേഴ്സിറ്റി സൗത്ത് ഇന്ത്യ റെപ്രസെൻറ്റേറ്റീവ് മുഹമ്മദ് സയാൻ. ഹായ് സയാൻ. ഹായ് സ്മിത. കാനഡ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇപ്പം ഒരുപാട് റൂമേഴ്സ് നമ്മളുടെ മാർക്കറ്റിലുണ്ട്. വിസ റിഫ്യൂസൽ, അങ്ങനെ കുട്ടികൾ തിരികെ വരുന്നു കാനഡ, അങ്ങനെ കുറേ കഥകൾ റൂമേഴ്സ് നമുക്ക് മാർക്കറ്റിൽ, എസ്പെഷ്യലി കേരള മാർക്കറ്റിൽ നിന്നുണ്ട്. സോ ഇതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ടാണ് ട്രെൻഡ് യൂണിവേഴ്സിറ്റി ഇപ്പോഴും സ്റ്റുഡൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? യെസ്, സോ സ്മിത പറഞ്ഞത് വളരെ കറക്റ്റാണ്. ബട്ട് ട്രെൻഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ വി ആർ എ പബ്ലിക് യൂണിവേഴ്സിറ്റി ബേസ്ഡ് ഔട്ട് ഓഫ് ഒണ്ടാരിയോ, റൈറ്റ്? വി ഹാവ് 2 ക്യാമ്പസസ്. നമുക്ക് മെയിൻ ക്യാമ്പസ് വരുന്നത് ലൈക്ക് പീറ്റർബറോ എന്ന് പറയുന്ന സിറ്റിയിലാണ്, ജസ്റ്റ് 1.5 hours away from Toronto downtown. We also do have a city campus, okay? So Trent University is the public university for students who want to study in Canada, based nearby or in and around Toronto, right? Okay. സോ സ്മിത പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ലാസ്റ്റ് ഇയറിൽ ഒരുപാട് നമുക്കൊരു ഒരു കാനഡ പണ്ട് വെച്ചതിനെ നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ചൊരു ഡൗൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആസ് എ ഡെസ്റ്റിനേഷൻ ഫോർ സ്റ്റുഡൻസ്. ബട്ട് അതിൽ ഈ ഒരു വർഷം തൊട്ട് 2026 ഓൺവേർഡ്സ് നമ്മൾ അതിൽ വളരെ പോസിറ്റീവായിട്ടൊരു ചേഞ്ച് കണ്ടു തുടങ്ങിയിട്ടുണ്ട്, ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം Jan 2026, റൈറ്റ്? സോ നമുക്ക് ഓൾമോസ്റ്റ് ഒരു സെപ്റ്റംബർ ഇൻടേക്കിലൊക്കെ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മേ ബി ഒരു 2027 Jan ഇൻടേക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് വി എക്സ്പെക്ട് കാനഡ ടു ബി ബാക്ക് ലൈക്ക് ഹൗ ഇറ്റ് വാസ് once before, right? So Trent University പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, like I said, it is a public university with very excellent ranking and all. So Trent University has been ranked the number 1 undergraduate university in Ontario since 2011. കഴിഞ്ഞ 15 വർഷമായിട്ട് ഒണ്ടാരിയോയിലെ നമ്പർ 1 അണ്ടർഗ്രാജുവേറ്റ് യൂണിവേഴ്സിറ്റി ട്രെൻഡ് യൂണിവേഴ്സിറ്റിക്ക് റാങ്കിങ് ഉണ്ട്. അതുപോലെ തന്നെ Trent University is also among the top 8% of universities worldwide. Okay. Yes, so worldwide rankings നോക്കുമ്പോൾ തന്നെ Trent University top 8% യൂണിവേഴ്സിറ്റിയിലേക്കാണ് വരുന്നത്. Okay, that's actually absolutely great. Yes. സോ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മിത പറഞ്ഞ ഒരു വിസ റിജക്ഷൻ, സ്റ്റുഡൻസിന് അവിടെ പോയിട്ട് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഔട്ട്കം ഒക്കെ നോക്കുമ്പോൾ അവിടെ സ്റ്റുഡൻസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, when they choose a university they should pick the right course and the right university. Yes. As a destination expert എനിക്കും പറയാൻ അത് തന്നെയാണ് എൻ്റെയും വ്യൂ. നമ്മൾ സെലക്ട് ചെയ്ത യൂണിവേഴ്സിറ്റിയും നമ്മൾ സെലക്ട് ചെയ്ത കോഴ്സും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്യൂച്ചറും കരിയറും. Exactly. So there are still opportunities in Canada, like for studies ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്റ്റഡീസ് കഴിഞ്ഞിട്ടുള്ള വർക്ക് like opportunities ആയിക്കോട്ടെ, as long as you pick the right course, the right university and you do a good job at it, you will have great opportunities in Canada. Okay, ഏതൊക്കെ ടൈപ്പ് ഓഫ് കോഴ്സസ് ആണ് നമുക്ക് ട്രെൻഡ് യൂണിവേഴ്സിറ്റീസിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കേരള സ്റ്റുഡൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? Yes, so Trent University we offer all levels of study, be it undergraduate, be it postgraduate certificates. The bachelor's program. Yes, we have more than 100 programs when it comes to bachelor's level. 100 മുകളിൽ പ്രോഗ്രാംസ് നമുക്ക് ബാച്ചിലേഴ്സ് ലെവലിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് PG സർട്ടിഫിക്കറ്റ് ലെവലിൽ നമുക്കൊരു മോർ ക്ലോസ് 10 പ്രോഗ്രാംസ് നമുക്ക് PG സർട്ടിഫിക്കറ്റ് ലെവലിൽ വരുന്നുണ്ട്. തേർഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ്. We have around 20 programs when it comes to master's level. And we also do have PhD options for students who are interested in research or getting a doctorate. We also do have PhD options. So Trent University offers studies at all levels. Okay, understand you. Okay. Yes. Okay, ഇപ്പം നമ്മുടെ ബാച്ചിലേഴ്സ് പ്രോഗ്രാമിൽ ഏറ്റവും ടോപ്പായിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ എസ്പെഷ്യലി ഇന്ത്യൻ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഏതൊക്കെ സ്ട്രീമിലുള്ള ബാച്ചിലേഴ്സ് പ്രോഗ്രാംസ് ആയിരിക്കും? Yes, so നമുക്കിപ്പോൾ ഒരു റീസെന്റ് ട്രെൻഡ്സ് വെച്ച് നോക്കുമ്പോൾ from India we get the most number of inquiries and the students for mainly healthcare courses. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ BSc നഴ്സിംഗ്, അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ലൈക്ക് അതർ ബയോളജി റിലേറ്റഡ് കോഴ്സസ് ലൈക്ക് BSc psychology, forensic science. We also do get a lot of inquiries for management programs like Bachelor of Business Administration. Then when it comes to technology, we get a lot of inquiries for BSc software engineering, artificial intelligence, data science. So ഒരു മേഖലകൾ തിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ മേഖല, അതുപോലെ തന്നെ മാനേജ്മെന്റ് മേഖല, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ആൻഡ് ടെക്. നമുക്ക് ബാച്ചിലേഴ്സ് ഓഫ് അതായത് MBBS ഓപ്ഷൻസ് UK ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോഴും ഈ കേരള സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഉണ്ട്.
ഞാൻ ഈ റീസെൻ്റ്ലി ട്രെൻഡ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സസ് സെർച്ച് ചെയ്തപ്പോൾ അതുപോലെ ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റിയിൽ കണ്ടു. സോ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? യെസ്, ഡെഫിനറ്റ്ലി. സോ നമുക്ക് ബാച്ചിലേഴ്സ് ലെവലിൽ, അതായത് 12th കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിന് ചെയ്യാൻ പറ്റിയൊരു പ്രോഗ്രാമാണ് മെഡിക്കൽ പ്രൊഫഷണൽ സ്ട്രീം, ബാച്ചിലേഴ്സ് ഇൻ മെഡിക്കൽ പ്രൊഫഷണൽ സ്ട്രീം. സോ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി ഇറ്റ് ഈസ് നോട്ട് ഇക്വലൻ ടു ഡൂയിങ് മെഡിസിൻ. ഓക്കെ, സോ വി ആർ നോട്ട് എ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓർ ലൈക്ക് എ മെഡിക്കൽ കോളേജ്. പക്ഷേ ഇപ്പോൾ ലെറ്റ്സ് സേ യു ഫിനിഷ്ഡ് യുവർ 12th, ഒരു കുട്ടി 12th കഴിഞ്ഞു, എന്നിട്ട് കാനഡ അല്ലെങ്കിൽ US പോലുള്ള കൺട്രീസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് MBBS അല്ലെങ്കിൽ BDS ചെയ്യാനുള്ള ഒരു ലൈക്ക് മേ ബി ഇറ്റ് ഇസ് ടു ഔട്ട് ഓഫ് ദ ബഡ്ജറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് കറക്റ്റ് മീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെഡിസിനിലേക്കുള്ള പാത്വേ ആണ് ഈ MPS എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. Okay, so it is basically like a BSc degree, right? So 4 years degree ആണ്. സോ സ്റ്റുഡൻസ് ഈ ഒരു ഡിഗ്രിയിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അവരുടെ മെഡിസിൻ കരിയറിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എഡ്യൂക്കേഷണൽ ജേർണിയിൽ അവർക്ക് വേണ്ട കോഴ്സിൻ്റെ ഫൗണ്ടേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ മെയിൻലി ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ സോ ഈ ഒരു 4 year പ്രോഗ്രാംസ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ട്രെൻഡ് യൂണിവേഴ്സിറ്റിക്ക് ഒരു നമ്മൾ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു 5 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, based out of like universities in the sense like medical colleges, right? Based out of Canada and US. Okay. So if a student completes this MPS program in 4 like years, they will get a guaranteed interview or like a direct guaranteed access to any of these universities. Either medicine ആവാം, dental ആവാം, like veterinary sciences ആവാം, എന്താണെങ്കിലും അതിലേക്കൊരു ഡയറക്റ്റ് എൻട്രി കിട്ടും. സോ 12th കഴിഞ്ഞിട്ട് കാനഡയിലേക്ക് അവർ മെഡിസിനിലേക്ക് ഡയറക്റ്റ് എലിജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ കൂടെ അതിനൊരു പാത്വേ, ഒരു ബ്രിഡ്ജിങ് കോഴ്സ് ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം സ്റ്റുഡൻസിന് സെലക്ട് ചെയ്യാം. സോ 4 years ഈ കോഴ്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ദേ ക്യാൻ അഡ്വാൻസ് ഇൻ ടു എ മെഡിസിൻ ഡിഗ്രി ഇൻ കാനഡ ഓർ US with our associated institutions across US and Canada. ഓക്കെ, ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ബാച്ചിലേഴ്സ് പ്രോഗ്രാം ഏതൊക്കെയാണോ? കറൻ്റ്ലി നമുക്ക് ബാച്ചിലേഴ്സ് ഫോർ ഏറ്റവും ഡിമാൻഡ് ലൈക്ക് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഫ്രം ഒരു ലാസ്റ്റ് ഇയർ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BSc നഴ്സിംഗ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നൊരു പ്രോഗ്രാം എന്ന് വെച്ചാൽ BSc നഴ്സിംഗ് പ്രോഗ്രാമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും പിന്നെ വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, BSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ഡേറ്റാ സയൻസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഇതുപോലുള്ള പ്രോഗ്രാംസ് ഒക്കെയാണ് നമുക്ക് നഴ്സിംഗ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ഡിമാൻഡിൽ വരുന്നത്. സോ ഈ ഒരു പ്രോഗ്രാംസിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദീസ് ആർ ലൈക്ക് STEM പ്രോഗ്രാംസ്, റൈറ്റ്? അതായത് നമുക്ക് നല്ല ഹൈ ലൈക്ക് ജോബ് ഡിമാൻഡ് അല്ലെങ്കിൽ ഇപ്പോഴും കാനഡ പോലുള്ള കൺട്രിയിൽ നല്ല ലൈക്ക് വർക്ക് ഫോഴ്സ് റിക്വയർമെൻറ്റ്, അതുപോലുള്ള പ്രോഗ്രാംസ് ആണ് ഇതെല്ലാം. സോ ഡെഫിനറ്റ്ലി സ്റ്റുഡൻസ് ആർ ഔട്ടിങ് ഫോർ ദീസ് കൈൻഡ് ഓഫ് പ്രോഗ്രാംസ്. സോ അത് ഗ്രാജുവേറ്റ് ആവുന്നത് കൂടി തന്നെ അവർക്ക് നല്ലൊരു ലൈക്ക് ജോബ് ലാൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ്. സോ ഒബ്വിയസ്ലി ഹെൽത്ത് കെയർ, ടെക്, these are the kind of programs that we have the most in demand. ഒരു 2 ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ഞാൻ കോഴ്സസ് ലിസ്റ്റിൽ കണ്ടു. വൺ പ്രോഗ്രാം ഈസ് ബാച്ചിലർ ഓഫ് ആർട്സ് റിലേറ്റഡ് പ്രോഗ്രാം ആൻഡ് ബാച്ചിലർ ഓഫ് സയൻസ് റിലേറ്റഡ് പ്രോഗ്രാം. അപ്പോൾ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന അല്ലെങ്കിൽ IT ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പ്രോഗ്രാംസും ബാച്ചിലർ ഓഫ് ആർട്സിൻ്റെ അണ്ടറിൽ കണ്ടു. ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഒന്ന് പറഞ്ഞു തരാം. Yes, so we have a lot of programs, right? Like for example, if I'm taking psychology into consideration, yes. we have BSc psychology and BA psychology. അതെ അതെ, ഈ സെയിം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഈ സെയിം ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ ബാച്ചിലർ ഓഫ് ആർട്സും വരുന്നുണ്ട്, ബാച്ചിലർ ഓഫ് സയൻസും വരുന്നുണ്ട്. യെസ്. സോ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റുഡൻസ് മേജർ ചെയ്യുന്ന സബ്ജക്ട്, അതായത് ഇപ്പോൾ ലൈക്ക് സൈക്കോളജി ആണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ അവർ കംപ്ലീറ്റ് ചെയ്യുന്ന മെയിൻ സബ്ജക്ട്സ് ലൈക്ക് ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി കവേർഡ്. പക്ഷേ ഇതിലൊരു ബാച്ചിലർ ഓഫ് ആർട്സ് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് സയൻസ് ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള മൈനർ സബ്ജക്ട്സ്, ഒരു ബേസിക് ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന സബ്ജക്ട്സ് എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഫോർ എക്സാമ്പിൾ ഇത് ലൈക്ക് എവറി സ്റ്റുഡൻറ്റ് മൈറ്റ് നോട്ട് ബി എലിജിബിൾ ഫോർ ദി BSc പ്രോഗ്രാം. ഫോർ എക്സാമ്പിൾ 12th ഒരു കൊമേഴ്സ് അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ബയോളജി എന്ന സബ്ജക്ട് അവർ എടുത്തിട്ടില്ല അല്ലെങ്കിൽ മാത്സ് എടുത്തിട്ടില്ല. ഈ കേസിൽ കാനഡയിൽ ഒരുപാട് കോഴ്സസിന് സ്റ്റുഡൻസ് എലിജിബിൾ ആയിരിക്കില്ല. ബിക്കോസ് കാനഡയിൽ ഈവൻ ഫോർ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സസ് ഓൾസോ യു നീഡ് ബയോളജി അല്ലെങ്കിൽ യു നീഡ് മാത്തമാറ്റിക്സ്. സോ ഇതുപോലുള്ള സ്റ്റുഡൻസിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ BSc ലൈക്ക് എടുക്കുന്നതിന് പകരം ദേ കൻ ഗോ ഫോർ ദി ബാച്ചിലർ ഓഫ് ആർട്സ് പ്രോഗ്രാം. സോ അതിൽ മാത്സ് ഇല്ലാന്നുണ്ടെങ്കിലും ദേ കുഡ് ബി എലിജിബിൾ, അല്ലെങ്കിൽ ബയോളജി ഇല്ലാന്നുണ്ടെങ്കിലും ദേ കുഡ് ബി എലിജിബിൾ. സോ ദിസ് ഇസ് വൈ വി ഹാവ് ദീസ് 2 ഓപ്ഷൻസ്.
ബാച്ചുലർ ഓഫ് സയൻസ് ആൻഡ് ബാച്ചുലർ ഓഫ് ആർട്സ് ഓപ്ഷൻ. Yes. Even though it is in the same sector or the same field, we have Bachelor of Arts and Bachelor of Science option in the same subject. ഓക്കെ ഫൈൻ. അതുപോലെ തന്നെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ പ്രോഗ്രാംസും അതുപോലെ നമുക്ക് മാസ്റ്റേഴ്സ് പ്രോഗ്രാമും അവൈലബിൾ ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ എൻട്രി ക്രൈറ്റീരിയയും അല്ലെങ്കിൽ ഇതിൻ്റെ എലിജിബിലിറ്റിയുടെയും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറയാമോ? Yes. So post graduate certificates എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് ലൈക്ക് ദേ ആർ ടു ലൈക്ക് വെരി ഡിഫറെൻറ്റ് like levels of study, right? So obviously when you're talking about postgraduate certificates, അതിന്റെ എൻട്രി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ obviously ബാച്ചിലേഴ്സ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിനായിരിക്കും ചെയ്യാൻ പറ്റുന്നത്, right? So entry if I'm talking about the entry requirements, it is basically 3 years of bachelor's, ഒരു 3 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രിയും അതിലൊരു above 50% ആവറേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ they are basically eligible for the postgraduate certificate programs. So just like I said, 3-year bachelor's with 50% is all you need, right? So master's programs angane master's programs are a bit more advanced, and the entry requirements would be a little more higher. So when I'm specifically talking about Trent University, we need a 4 years bachelor's and around around somewhere around 70% plus or minus 2-3%, okay, in order to get admit into the master's program, right? So entry requirements is a bit higher when it comes to the master's level, and entry requirements are lower when it comes to the postgraduate certificate level. ഓക്കെ. നോർമലി നമ്മുടെ കേരളത്തിലുള്ള സ്റ്റുഡൻസ് കൂടുതലും ചെയ്തിട്ടുള്ളത് 3 year ബാച്ചിലേഴ്സ് ഡിഗ്രി ആയിരിക്കും. നമുക്ക് 4 years ബാച്ചിലേഴ്സ് ഡിഗ്രി ടെക്നിക്കലാണ് കൂടുതൽ, അല്ലെങ്കിൽ മെഡിക്കൽ പ്രോഗ്രാംസ് ആണ് നമുക്ക് കൂടുതലുള്ളത്. അപ്പം ഈ 3 year ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള സ്റ്റുഡൻസിന് ഡയറക്റ്റ് മാസ്റ്റേഴ്സ് എൻട്രി പോസിബിൾ ആണോ, അതോ അവർ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും എലിജിബിൾ ആയിട്ടുള്ളത്? സോ 3 year ബാച്ചിലേഴ്സ് ചെയ്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മാസ്റ്റേഴ്സ് എൻട്രി പോസിബിൾ അല്ല എന്ന് ഞാൻ പറയില്ല. ഓക്കെ, ദേ ആർ സ്റ്റിൽ എലിജിബിൾ ടു ഗെറ്റ് മാസ്റ്റേഴ്സ്. When you're talking about Trent University, നമുക്ക് ട്രെൻറ്റിൽ ഒരു ഓൾമോസ്റ്റ് 6 പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മാസ്റ്റർ ഓഫ് മാനേജ്മെൻറ്റ്, മാസ്റ്റർ ഓഫ് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, സ്ട്രാറ്റജിക് ചേഞ്ച് മാനേജ്മെൻറ്റ്, ഡേറ്റ സയൻസ്, ഡേറ്റ അനാലിറ്റിക്സ്, ഇതുപോലത്തെ ഒരു 6 പ്രോഗ്രാംസ് നമുക്ക് വരുന്നുണ്ട്. ഈ 6 പ്രോഗ്രാംസിൽ നമുക്ക് സ്റ്റുഡൻസ് വി ക്യാൻ ടേക്ക് സ്റ്റുഡൻസ് who has a 3 years bachelor's degree as well. Okay. But they will have to do 1 year pre-masters. Okay, if they are not meeting the entry requirement, they should need a pre-masters. After that they go to the master's degree. Yes. Yeah. Okay. So entry requirements, രണ്ട് entry requirements ആണ് ഞാൻ മെയിൻലി ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. ഒരെണ്ണം 4 year bachelor's, and the second thing is like around 60-70% like percentage in their bachelor's. Okay. So ഇതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ 2 ക്രൈറ്റീരിയ മീറ്റ് ആവാത്തൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ they can still get entry into the master's program, but they have to do 1 year pre-master's program. Okay. So അത് വെച്ചിട്ട് so once they complete the pre-masters, they will be getting a direct access into the master's program. Okay. So it's like a pathway. ഇപ്പോഴത്തെ ഒരു കേരള സിനാരിയോ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ആസ് എ ഡെസ്റ്റിനേഷൻ എക്സ്പേർട്ട് എനിക്ക് വരുന്ന എൻക്വയറീസ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലുള്ള എൻക്വയറീസ് കൂടുതലും മാസ്റ്റേഴ്സ് പ്രോഗ്രാം തന്നെയാണ്. അതായത് നമുക്ക് ഡിപ്പെൻഡന്റിനെ കൊണ്ടുപോകാം. ഇപ്പം പുതിയ റൂൾ ചേഞ്ച് വന്നപ്പോഴത്തേക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബാച്ചിലേഴ്സ് പ്രോഗ്രാമിനും മാസ്റ്റേഴ്സ് പ്രോഗ്രാം വിത്ത് മിനിമം 16 months ഓഫ് ഡ്യൂറേഷനിൽ മാത്രമേ നമുക്ക് ഡിപ്പെൻഡന്റ് അലൗഡ് ആയിട്ടുള്ളൂ. സോ ട്രെൻഡിന് അങ്ങനെയുള്ള ഡിസൈൻഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടോ? അതായത് ഡിപ്പെൻഡന്റിനെ കൊണ്ടുപോകാൻ പറ്റുന്ന മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ഉണ്ടോ? Yes, definitely. So സ്മിത പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ഇപ്പോൾ റീസെൻറ്റ് പോളിസി ചേഞ്ചസ് കാരണം ലൈക്ക് ഇഫ് യു വോണ്ട് ടു ടേക്ക് യുവർ ഡിപ്പെൻഡൻറ്റ് വിത്ത് യു, യു ഹാവ് ടു take either a master's program that is over 16 months duration, അല്ലെങ്കിൽ there are a few like around 4 to 5 fields of study in bachelor's level. അതിലും നമുക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാം. സോ ഇപ്പോൾ നമ്മൾ മാസ്റ്റേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ we have a lot of programs where like you can the dependents can apply for the spousal open work permit. Okay, SOWP apply ചെയ്യുന്ന തരത്തിലുള്ള കോഴ്സസ് ഉണ്ട്. So I would say most of our programs, like 95% of our programs are designed this way. അതായത് അറ്റ്ലീസ്റ്റ് 16 months ഡ്യൂറേഷൻ ഉള്ള കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. യെസ്, 16 months or 24 months. 16 months to 24 months ആണ് നമ്മുടെ ഒരു 99% ഓഫ് പ്രോഗ്രാംസിൻ്റെയും ഡ്യൂറേഷൻ വരുന്നത്. ബട്ട് ഇനിയിപ്പോൾ if that is not important for a student, students want to do just want to get masters in as the shortest duration, we have options for that also. There are like 1 or 2 programs that offers your MSc degree in just 1 year. ഓക്കെ. സാർ, നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് കാനഡയിലുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ട്രെൻഡ് യുണീക്ക് ആകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കൂടുതലും ട്രെൻഡ് യൂണിവേഴ്സിറ്റി ഓപ്റ്റ് ചെയ്യുന്നത്?
Yes. So Smita പറഞ്ഞതുപോലെ തന്നെ we have a lot of options in Canada, be it private or public, we have a lot of options. But what makes Trent University special is that Trent is obviously a public university founded in 1964 based out of Ontario. And we have two very beautiful campuses in Canada, right? So നമ്മുടെ മെയിൻ ക്യാമ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1400 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്യാമ്പസാണ് പീറ്റർബറോയിൽ വരുന്നത്. സോ it makes really special, you know, for a student who goes there, they would absolutely fall in love with the university. So that is the first thing, right? ഞാൻ കുറച്ച് പിക്ചേഴ്സ് കണ്ടിട്ടുണ്ട് വിത്ത് ഫുൾ ഓഫ് ഓട്ടം ലീവ്സ് വെച്ചിട്ട് നല്ല വളരെ യുണീക്ക് ആയിട്ടുള്ള It is a very green campus, one of the greenest campuses in Canada, one of the largest campuses in Ontario. So the campus is really special and really beautiful, right? So second thing പറയുകയാണെങ്കിൽ Trent University is ranked among the top 8% of universities worldwide. So it is a very high ranked public university in Canada, right? Okay. And we are also ranked the number one undergraduate university in Ontario for almost 15 years. Since 2011, we have been ranked the number one undergraduate university in Ontario. That is the second thing, right? Third thing nu parayanengil, we have a very high graduate employment rate. Exactly, around 92%. Yes. Within 6 months, yeah. Yes, so 92% of our graduates are employed within the first 6 months, and in the first 2 years it goes up to around 95%. So we have, like, we can say that like 10 students graduate ആവുകയാണെങ്കിൽ almost 9 students are getting placed. So that makes 100ൽ 92 സ്റ്റുഡൻസും 6 മന്തിലുള്ള ജോബ് കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. Yes, so that is very important for the students because they are going to Canada, they are going abroad for their job prospects. അവിടെ like നല്ലൊരു like opportunity കിട്ടാനാണ് പോകുന്നത്. So that is the other thing why Trent is special for students, right? Okay. തേർഡ് തിങ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീസെൻ്റ്ലി ഇപ്പോൾ ലൈക്ക് കാനഡയിൽ ലൈക്ക് വിസ റിജക്ഷൻ കുറച്ച് ഹൈ ആണെന്നുള്ളൊരു ഒരു ന്യൂസ് ആണ് നമുക്ക് പബ്ലിക്കായിട്ട് കേൾക്കുന്നത്. യെസ്, ബട്ട് വെൻ ഇറ്റ് കംസ് ടു ട്രെൻറ്റ് യൂണിവേഴ്സിറ്റി വി ഹാവ് എക്സലന്റ് വിസ സക്സസ് റേറ്റ്. സോ ആസ് എ സ്റ്റുഡൻസിന് അറൗണ്ട് 80% ഓഫ് അല്ലേ? യെസ്, ആസ് എ യൂണിവേഴ്സിറ്റി നമ്മുടെ ഒരു വിസ സക്സസ് റേറ്റ് എന്ന് വെച്ചാൽ ഒരു ലാസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ തന്നെ ഇറ്റ് ഈസ് അറൗണ്ട് 70 to 80%, റൈറ്റ്? കം ടു കേരള റീജിയൻ, ആക്ച്വലി നമുക്ക് സൗത്ത് ഇന്ത്യൻ കേരള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ റിജക്ഷൻ ഇല്ലാത്തൊരു യൂണിവേഴ്സിറ്റിയാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇനി എന്തെങ്കിലും ഒരു റാൻഡം റിജക്ഷൻ വന്നാലും സെക്കൻഡ് അറ്റംപ്റ്റിൽ 100% വിസ ഗ്യാരണ്ടി ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. യെസ്, so usually what happens like in Canada, like what is happening in Canada's case എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ, നമ്മുടെ വിസ ആപ്ലിക്കേഷൻ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിലും മേ ബി ഫോർ സം റീസൺ ഒരു റിജക്ഷനിലേക്ക് പോകാനുള്ള ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട്. സോ ഐ ഹാവ് ഹാഡ് പേഴ്സണൽ എക്സ്പീരിയൻസസ് ലൈക്ക് എൻ്റെ സ്റ്റുഡൻസ് അവർ റിജക്ഷൻ വന്ന ഫയൽ ഒരു പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചും വരുത്താതെ സെക്കൻഡ് സെയിം ഫയൽ വെച്ച് റീ അറ്റംപ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ അത് സക്സസ് ആയിട്ട് വരുന്നുണ്ട്. റിജക്ഷൻ, യാ. പക്ഷേ സോ അതുകൊണ്ട് സ്മിത പറഞ്ഞതുപോലെ തന്നെ സോ നമ്മളിപ്പോൾ ഒരു സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ കേരള സ്റ്റുഡൻസ് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു ടേമിൽ ഞാൻ റിജക്ഷൻസ് കണ്ടിട്ടേ ഇല്ല. സോ വി ഹാവ് വെരി ഹൈ വിസ സക്സസ് റേറ്റ്. സോ ഇഫ് യു വോണ്ട് ടു ഗോ ടു കാനഡ, ലൈക്ക് കാനഡയിൽ പോയി പഠിക്കണം, നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടണം, അതുപോലെ തന്നെ വിസ റിജക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരരുത് എന്നാണെങ്കിൽ യു ക്യാൻ pick Trent University. So that's what makes Trent University special for international students. നമ്മളിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, പബ്ലിക് എക്സാം ഒക്കെ ഓൺഗോയിങ് ആണ്. സോ ഓഫ് കോഴ്സ് നമുക്ക് സ്റ്റുഡൻസ് ഓൾറെഡി അവർ ഒരു സ്റ്റേജ് കഴിഞ്ഞു, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാനായിട്ട് അവർ കരിയർ എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ എനിക്ക് അറിയേണ്ടത് കേരള സ്റ്റുഡൻസ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ എൻട്രി റിക്വയർമെൻറ്റ്, അവർക്ക് എത്ര പെർസെൻറ്റേജ് ഓഫ് മാർക്സ് വേണം അല്ലെങ്കിൽ എത്ര IELTS സ്കോർ വേണം ട്രെൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ? ഓക്കെ, സോ നമ്മളിപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി റിക്വയർമെന്റ്സ്, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് പ്രോഗ്രാം. യെസ്, ബാച്ചിലേഴ്സ് പ്രോഗ്രാം. ബാച്ചിലേഴ്സ് പ്രോഗ്രാമിൽ എൻട്രി റിക്വയർമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി യു നീഡ് 70% in your 12th. Okay. Like there are some courses that accepts like a lesser average and a higher average also. But like as a rule of thumb നമുക്ക് പറയാം 70% in 12th is our basic requirement. Okay. അത് കൂടാതെ നമ്മളിപ്പോൾ ഒരു IELTS റിക്വയർമെന്റ് പറയുകയാണെങ്കിൽ 6.5 നോബൻ ലെസൺ 6 ആണ് നമുക്ക് IELTS റിക്വയർമെന്റ് വരുന്നത്. സിമിലർലി വി ഓൾസോ ഡു അക്സെപ്റ്റ് ലൈക്ക് PTE, TOEFL, Duolingo, ഇതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. PTE ആണെങ്കിൽ സ്കോർ റിക്വയർഡ് 59, TOEFL is around 86 and Duolingo is 115. Right? So these are all the English tests that we accept. Okay. The very interesting thing is that we provide English waivers.
ഓക്കെ. ഓക്കെ, ഫോർ അഡ്മിഷൻസ്. ഓക്കെ, അത് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ട്രെൻഡ് യൂണിവേഴ്സിറ്റിയുടെ ടൈം ലൈനിൽ കണ്ടു. MOE അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. സോ എന്താണെന്നൊന്ന് എലാബറേറ്റ് ചെയ്യാമോ? MOE എങ്ങനെ ട്രെൻഡ് യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യും? യെസ്. സോ ഒരു CBSE കരിക്കുലം അല്ലെങ്കിൽ ഒരു ICSE കരിക്കുലം ഫോളോ ചെയ്തൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആൻഡ് ഇഫ് ദേ ഹാവ് 70% ഇൻ ദർ ഇംഗ്ലീഷ് ഇൻ 12th, അങ്ങനെയാണെങ്കിൽ ദേ കൻ ഗെറ്റ് എൻ ഇംഗ്ലീഷ് വേവർ. ഓക്കെ. യെസ്, ഓഫർ ലെറ്റർ അഡ്മിഷൻ ടൈമിൽ അഡ്മിഷന് വേണ്ടി അവർക്ക് ലാംഗ്വേജ് ടെസ്റ്റിന്റെ ആവശ്യമില്ല. ഇല്ല. യെസ്, ഓഫ് കോഴ്സ് കാനഡയുടെ റൂൾ അനുസരിച്ചിട്ട് വിസ ചെയ്യുമ്പം ലാംഗ്വേജ് സ്കോർ മാൻഡേറ്ററി ആണ്. യെസ്. ബട്ട് അഡ്മിഷൻ ടൈമിൽ ട്രെൻഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാംസിന് ലാംഗ്വേജ് സ്കോറിന്റെ ആവശ്യമില്ല. യെസ്, ഡെഫിനറ്റ്ലി. യാ. സോ നമുക്ക് ഒരു പറഞ്ഞതുപോലെ 70% ഇംഗ്ലീഷ് 12th ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ വി വിൽ ഗെറ്റ് ദി വേവർ. ഓക്കെ, ഇംഗ്ലീഷ് വേവർ കിട്ടും. സോ സ്മിത പറഞ്ഞതുപോലെ തന്നെ കാനഡയിലേക്ക് ഒരു വിസ സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് വി ഹാവ് ടു സബ്മിറ്റ് ദി ഇംഗ്ലീഷ് ടെസ്റ്റ് സ്കോർസ്. പക്ഷേ അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പക്ഷേ എല്ലാം കൺഫേം ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. സോ ഈ സമയത്തിന് നമുക്ക് മേ ബി അറ്റ് ദ ടൈം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പക്ഷേ IELTS പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇതൊരു എക്സാം കൊടുത്തിട്ടുണ്ടാവില്ല. സോ വി വോണ്ട് ഹാവ് ദ സ്കോർ. സോ അപ്പോൾ വരുന്നൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ലൈക്ക് നമുക്ക് ടെസ്റ്റൊക്കെ കിട്ടി വരുമ്പോഴത്തേക്ക് മേ ബി അഡ്മിഷൻ ഡെഡ് ലൈൻ കഴിഞ്ഞ് പോകുമായിരിക്കും. ഓക്കെ. സോ അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സോ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് കോളേജിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാൻ പറയുന്നത് ഇപ്പം കറന്റ്ലി സ്റ്റഡിങ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പ്രെഡിക്റ്റീവ് സ്കോർ കാർഡ് വെച്ചിട്ട് അഡ്മിഷൻ എടുക്കാം എന്നുള്ളതാണ്. യെസ്, അബ്സല്യൂട്ട്ലി. കറന്റ്ലി ഇപ്പോൾ 12th പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ 12th കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ്സ് കിട്ടി വരുമ്പോഴത്തേക്ക് ഒരു ജൂൺ ജൂലൈ ഒക്കെ ആവുന്നുണ്ടായിരിക്കും. ബട്ട് ബൈ ദെൻ ഇറ്റ് മൈറ്റ് ബി ടു ലേറ്റ് ടു അപ്ലൈ ഫോർ ദി സെപ്റ്റംബർ ഇൻടേക്ക്. Okay, deadlines passed ആകും. യെസ്, എക്സാക്ട്ലി. സോ വാട്ട് ദേ ക്യാൻ ഡു ഇസ് 11th സ്കോർ കാർഡും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് ഒരു പ്രൊഡക്റ്റീവ് സ്കോർ കാർഡും വെച്ചിട്ട് അവർക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് ഓഫർ ലെറ്റർ എടുക്കാം. And they'll get a conditional offer, and once they get the certificates they can give that and make it an unconditional offer. So അവരുടെ ഒരു 6 monthന്റെ ഗ്യാപ്പ് വരുന്നില്ല. അപ്പം മെഡിക്കൽ പ്രൊഫഷണൽസ് ആണെങ്കിൽ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും നെക്സ്റ്റ് സെപ്റ്റംബർ വരെ. അല്ലെങ്കിൽ അപ്പോൾ അവർക്ക് പ്രെഡിക്റ്റീവ് സ്കോർ കാർഡ് വെച്ചിട്ട് ഇപ്പം തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു വർഷം അവർക്ക് കളയേണ്ടി വരുന്നില്ല. ഈ കമ്മിങ് സെപ്റ്റംബർ 2026 സെപ്റ്റംബർ ഇൻടേക്കിൽ തന്നെ അവർക്ക് കാനഡയിൽ ജോയിൻ ചെയ്യാം. യെസ്. സോ നമുക്ക് ലൈക്ക് ജാൻ ഇൻടേക്ക് വരുന്നുണ്ട്. സോ ബട്ട് ദ തിങ് ഇസ് കാനഡയിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇൻടേക്ക് ഇസ് ദി ഫോൾ ഇൻടേക്ക്, അഥവാ സെപ്റ്റംബർ ഇൻടേക്ക് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഇൻടേക്ക്. സോ ഒരുപാട് കോഴ്സസ് മേ ബി സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുള്ളൂ. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BSc നഴ്സിംഗ് പ്രോഗ്രാം അത് സെപ്റ്റംബർ ഇൻടേക്കിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. സോ 12th കഴിഞ്ഞിട്ട് നഴ്സിംഗ് മേഖലയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഇഫ് ദേ മിസ് ദ 2026 സെപ്റ്റംബർ then they have to wait 1 extra year. Right? So that's where the predictive score and the this comes into play. അവർക്ക് ഇപ്പോൾ 12th പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ they can apply for the program. അവർക്ക് കണ്ടിന്യൂ സ്റ്റഡി ചെയ്യാം. Exactly, they can apply for the program, get the offer letter and even start this September. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ട്രെൻഡ് യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം സ്കോളർഷിപ്പ് കൊടുക്കാൻ പറ്റും നമുക്ക്? Yes, so very good question. So Trent University offers very generous scholarships to our international students, right? So scholarships പറ്റി പറയുകയാണെങ്കിൽ we have 2 types of scholarship, right? One is the automatic entrance scholarship. സോ ഓട്ടോമാറ്റിക് എൻട്രൻസ് സ്കോളർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഇടുന്നതോടുകൂടി തന്നെ ദേ ആർ ഓട്ടോമാറ്റിക്കലി കൺസിഡേർഡ് ഫോർ ദ സ്കോളർഷിപ്പ്. നമ്മൾ സ്കോളർഷിപ്പിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ആപ്ലിക്കേഷനോ കാര്യങ്ങൾ ഇടേണ്ട ആവശ്യമില്ല, റൈറ്റ്? സോ ഇതിൻ്റെ ഒരു മാക്സിമം മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ് ആണ്. And the amount is it can be anywhere between $10,000 to $22,000 Canadian dollars over 4 years. Okay. That is up to $5,500 per year. That is the maximum. എന്തെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടോ സ്കോളർഷിപ്പിന്? Yes. So സ്കോളർഷിപ്പിന് കൺസിഡർ ചെയ്യാൻ നമുക്ക് മിനിമം വേണ്ടതെന്ന് വെച്ചാൽ 80% in 12th ആണ്. Okay. So if you have like 80% in 12th, and that is actually like Canadian equivalency, like equivalencyയിലാണ് 80% എന്ന് പറയുന്നത്. So when we convert into India, like maybe even like 75% ഉള്ള സ്റ്റുഡൻറ്റിന് വരെ 3 GPA normal. Yes, സ്റ്റുഡൻസിന് വരെ 12th സ്റ്റുഡൻസിന് വരെ they are eligible for scholarships, right? And അപ്പോൾ and slab based ആണ് for right 80 to 85 ആണെങ്കിൽ 2,500 CAD, 85 to 90 ആണെങ്കിൽ 3,500, 90 to 95 ആണെങ്കിൽ 4,500, and 95 above ആണെങ്കിൽ 5,500
per year. Okay. So the maximum scholarship potential is up to 22,000 Canadian dollars over 4 years. ഓക്കെ. ഈ മെറിറ്റ് ബേസ്ഡ് അല്ലാണ്ട് അഡീഷണൽ സ്കോളർഷിപ്പ് ഓപ്ഷൻസ് ഇപ്പം കാനഡ ആസ് എ കൺട്രി നമുക്ക് കോമൺവെൽത്ത് സ്കോളർഷിപ്പ് അഡീഷണലി ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് അതൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് Yes. ആപ്ലിക്കേഷൻ ആണ്. Yes. അതുപോലെ തന്നെ ട്രെൻഡ് യൂണിവേഴ്സിറ്റിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും അഡീഷണൽ സ്കോളർഷിപ്പ് ഓപ്ഷൻസ് ഉണ്ടാവും? Yes, so we do have another type of scholarships, right? That is called the prestigious international scholarships. ഓക്കെ. So അതിൽ ഒരുപാട് സ്കോളർഷിപ്സ് വരുന്നുണ്ട്. ആൻഡ് അതിന്റെ മാക്സിമം സ്കോളർഷിപ്പ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ അപ് ടു $160,000 over 4 years ആണ്. അതായത് ടോട്ടൽ ട്യൂഷൻ ഫീസ് കവർ ചെയ്യുന്ന സ്കോളർഷിപ്പ്. Yes. ഓക്കെ. ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഫുൾ സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ 100% ഓഫ് ദെയർ ട്യൂഷൻ ഫീ ആൻഡ് എക്സ്പെൻസസ് വുഡ് ബി കവേർഡ്. So we have, technically speaking, we have 100% scholarships for students applying for bachelors. ഓക്കെ. ഇതിന്റെ എൻട്രി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എൻട്രി റിക്വയർമെന്റ് ഉണ്ടോ? Yes. So like I mentioned, this is an application based scholarship. So ഇത് നമ്മൾ സ്കോളർഷിപ്പ് കൺസിഡർ ചെയ്യാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേസ് ചെയ്യണം. ആഫ്റ്റർ വി പുട്ട് ദി ആപ്ലിക്കേഷൻ ടു ദി യൂണിവേഴ്സിറ്റി, യു ഓൾസോ ഹാവ് ടു മേക്ക് ദി സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ. സോ ഇതിന് മിനിമം എലിജിബിൾ ആവാൻ വേണ്ടിയിട്ട് വി ജസ്റ്റ് നീഡ് 80%. ഓക്കെ. Ontario equivalency or Ontario Ontario equivalency, yes. equivalency. So 80% above ഉള്ള ഏതൊരു സ്റ്റുഡൻറ്റിനും ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം, റൈറ്റ്? And they can also so in order to be considered, or in order to get a very like a higher scholarship amount or something, you can demonstrate why you deserve the scholarship, right? So obviously you have to show your academic excellence. You can demonstrate your leadership abilities. If you have any extracurriculars like any NGO participation or any internships or something that you have done, you can prove that. You can also demonstrate your financial need. So all these things would be considered before the university makes a decision. Okay. Right? And like I mentioned, the scholarship potential is up to $40,000 per year. Okay. That is $160,000 over 4 years, which is one of the highest scholarships Canadian university offers for its students. സോ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന് കുറച്ചും കൂടെ സ്കോളർഷിപ്പിൽ പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ട്രെൻഡ് യൂണിവേഴ്സിറ്റി. Definitely. They can get scholarships and they can apply for the 2026 September intake as well with complete application fee waiver. ഓക്കെ. ഇപ്പം അതും ഞാൻ റീസെൻ്റ്ലി നോട്ടീസ് ചെയ്തു. ട്രെൻഡ് യൂണിവേഴ്സിറ്റി ബാച്ചിലർ ആപ്ലിക്കേഷൻസിന് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫീ വേവർ ഉണ്ട് അല്ലേ? Yes. So നമുക്ക് almost more than 100. നമുക്ക് ആപ്ലിക്കേഷൻ ഫീ എത്രയാണ് വരുന്നത്? Yes. So usually undergraduate programs apply ചെയ്യാനായിട്ട് ഒരു almost $90 Canadian ആണ് നമുക്ക് application fee വരുന്നത്. But currently for the 2026 September intake, we are giving a waiver. So they can apply for free. So we have more than 100 programs when it comes to bachelors. So ഇതിൽ ഏത് പ്രോഗ്രാം അപ്ലൈ ചെയ്യാനാണെങ്കിലും they can get the entire waiver. They can apply for free. And yes. സോ ഞാൻ ഈ ബ്രോഷറിൽ നമ്പർ 1 ഇൻ ഒണ്ടാരിയോ സ്റ്റുഡൻറ് സർവീസ് എന്ന് കണ്ടു യൂണിവേഴ്സിറ്റി. സോ എനിക്ക് ഈ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനെ പറ്റിയും സ്റ്റുഡൻസിനെ എങ്ങനെ യൂണിവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ പറ്റിയും ഒന്ന് അറിയാൻ ആഗ്രഹം. Yes. So we are ranked the number 1 university in Ontario for student services, like you mentioned. So അതെന്ന് വെച്ച് കഴിഞ്ഞാൽ the university is very supportive towards its students, right? For example, നമുക്ക് 2 ക്യാമ്പസ് അല്ലേ ഉള്ളത്? Yes. So ക്യാമ്പസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ we have our main campus is in Peterborough City, which is around 1.5 hours away from Toronto downtown, right? So for students who wants to experience our 1,400-acre campus and who wants to study in the main campus, they can obviously opt for the Peterborough campus. Okay. ഇനി ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, they want to live in a city like nearby Toronto. ഒരു പക്ഷേ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ടൊറോണ്ടോയിൽ ഉണ്ടായിരിക്കാം. സോ അവിടെ തന്നെയുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റി വേണമെന്നായിരിക്കും അവരുടെ റിക്വയർമെന്റ്. സോ അവർ സിറ്റി ക്യാമ്പസ് ഇസ് ഇൻ ഡർഹം GTA, right? Greater Toronto area, which is just half an hour from Toronto city center. So these are the 2 campuses that we have, right? Now if you're talking about the student services, we are ranked the number 1 university in Ontario for student services also, according to the Maclean's University rankings, right? So what that means is the university is very supportive towards its students. Okay. So ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് for internships, right? Internships ആണെങ്കിൽ we have a placement cell where the student can enroll themselves, and the university will help them find internships and even after their studies to get placements and all that, right? ഞാൻ undergraduate പറഞ്ഞു almost we have more than 100 programs. ഇതിൽ more than 30 programs have an optional co-op. സോ co-ops എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിന് കൂടെ തന്നെ റെലവൻറ്റ് ഫീൽഡിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി നമുക്ക് കിട്ടും, റൈറ്റ്? സോ ഒരു 4 year
ബാച്ചിലർ പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ വി ക്യാൻ ഏൺ അപ് ടു 1 year ഓഫ് റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ്, റൈറ്റ്? സോ ഇഫ് യു ആർ സ്റ്റഡിയിങ് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഫൈനാൻസ്, റൈറ്റ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിൽ യൂണിവേഴ്സിറ്റി വിൽ ഹെൽപ്പ് യു ഫൈൻഡ് എ ജോബ്. ഇറ്റ്സ് ലൈക്ക് എൻ ഇന്റേൺഷിപ്പ്, റൈറ്റ്? സോ നമുക്ക് ലൈക്ക് ബ്രേക്ക് സമയത്തും കാര്യങ്ങളൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം. ആൻഡ് കമ്പയർഡ് ടു എ നോർമൽ സ്റ്റുഡൻറ്റ് യു വുഡ് ഹാവ് 1 year relevant work experience in Canada, right? So that is the other way how the university supports students by giving co-ops and helping them find jobs. ഓക്കെ. വേറെ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അക്കോമഡേഷൻ, ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 12th കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് കാനഡയിലേക്ക് പോകുമ്പോൾ ദാറ്റ് വിൽ ബി എ കൺസേൺ ഫോർ us, റൈറ്റ്? ഓഫ് കോഴ്സ്. യെസ്, ഓൺലി 18 years old സ്റ്റുഡൻസ് ആണ്. എക്സാക്ട്ലി, പാരന്റ്സിന്റെ ഏറ്റവും വലിയ കൺസേൺസ് ഇവരുടെ ലൈഫ് അല്ലെങ്കിൽ അക്കോമഡേഷൻ ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. എക്സാക്ട്ലി. ഒരു പാമ്പറിംഗ് ലൈഫിലേക്ക്, ഒരു ഇൻഡിപെൻഡന്റ് ലൈഫിലേക്ക്, പാമ്പറിംഗ് ലൈഫിൽ നിന്ന് ഒരു ഇൻഡിപെൻഡന്റ് ലൈഫിലേക്ക് പോകുമ്പോൾ ആസ് എ മദർ നമുക്ക് അത് തന്നെയാണ് നമ്മുടെ കൺസേൺസ്. ഡെഫിനറ്റ്ലി. സോ ട്രെൻറ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് ഓൺ ക്യാമ്പസ് അക്കോമഡേഷൻ വരുന്നുണ്ട്. ദർ ആർ ഡെഫിനറ്റ്ലി ഓഫ് ക്യാമ്പസ് ഓപ്ഷൻസ് ഓൾസോ. ഓൺ ക്യാമ്പസ് അക്കോമഡേഷൻ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ലൈക്ക് ഗ്യാരണ്ടീഡ് അക്കോമഡേഷൻ ഫോർ സ്റ്റുഡൻസ്, റൈറ്റ്? സോ നമ്മളിപ്പോൾ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 year ഓൺ ക്യാമ്പസ് അക്കോമഡേഷൻ വുഡ് ബി ഗ്യാരണ്ടീഡ് ഫോർ ദം, റൈറ്റ്? സോ അങ്ങനത്തെ ഒരു എവിടെ താമസിക്കും, നമുക്ക് അക്കോമഡേഷൻ എങ്ങനെയായിരിക്കും എന്നൊരു ടെൻഷൻ പേരൻസിനും സ്റ്റുഡൻസിനും വേണ്ട, ബിക്കോസ് അക്കോമഡേഷൻ ഇസ് ഗ്യാരണ്ടീഡ്. Okay. If they don't want that, they can opt out also. But if they want, then it will be guaranteed. Okay. Right? Now, if you're talking about like part-time jobs, again, like as അതെ, as a അതൊരു student. ഇമ്പോർട്ടൻറ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ മീൻ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. നമ്മൾ ഓൾമോസ്റ്റ് സ്റ്റുഡൻസ് പാർട്ട് ടൈം ജോബ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവരുടെ ലിവിങ് എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത്. സോ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ഈ കാര്യത്തിൽ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്? Yes. So, international students are very dependent on part-time jobs. So, like I mentioned, for example, our main campus, it is a 1,400-acre campus. Okay. So, ഒരുപാട് അതുകൊണ്ട് ജോബ്. തന്നെ, yes, on campus തന്നെ there are a lot of like job opportunities, right? Okay. It could be in libraries as TAs, as RAs, a lot of opportunities on campus itself. And the minimum wage over there, like in Ontario, is around 17.4 CAD, right? And the other interesting thing is, like, if you're working on campus, then there are no restrictions on the hours, right? Outside campus ആണെന്നുണ്ടെങ്കിൽ then it is limited to 24 hours a week, but on campus it is not limited. And the wage is good, so the university will definitely help you like get a job on campus if any roles are available. So ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ like Trent University is excellent when it comes to student services, which is why you can see the rankings. Yes, yes. അതുപോലെ തന്നെ നമ്മളുടെ ഈ 92% ഓഫ് എംപ്ലോയബിലിറ്റി ആഫ്റ്റർ 6 months എന്നാണല്ലോ പറയുന്നത്. ഈ ഒരു എംപ്ലോയബിലിറ്റിയിൽ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട്നേഴ്സ് ഉണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റുഡൻറ്റിനെ? Yes. So we have a employment rate of 92% in 6 months, and 2 years ആകുമ്പോഴത്തേക്ക് it goes up to 95%. Yes, yes. Right? So how the university helps in that is, obviously the university, we have a lot of like university has connections with private and even public companies and institutions based out of Canada itself. So അവിടെയൊക്കെ ഒരു സ്റ്റുഡൻറ്റ് ഞാൻ പറഞ്ഞതുപോലെ പ്ലേസ്മെന്റ് സെല്ലിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ they will help the students even like with their resume. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ് ലൈക്ക് നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ബട്ട് കാനഡ like വർക്ക് ഫോഴ്സ് ആൻഡ് how the corporate life is entirely different. So അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മുടെ റെസ്യൂമെ എവറിത്തിങ് ഷുഡ് ഹാവ് വുഡ് ബി ഡിഫറെൻറ്റ്. സോ അതിന് വേണ്ടി റെസ്യൂമെ പ്രിപ്പറേഷൻ, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, ഇതുപോലുള്ള കാര്യങ്ങൾ വരെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യും, റൈറ്റ്? ആൻഡ് വി ഓഫൺ കണ്ടക്ട് ലൈക്ക് പ്ലേസ്മെന്റ് ഡ്രൈവ്സ്, റൈറ്റ്? പ്ലേസ്മെന്റ് ഡ്രൈവ്സ്, അതുപോലെ തന്നെ ഇന്റേൺഷിപ്സ്, അഗൈൻ കോ-ഓപ്സ്, ഇതുപോലുള്ള ഒരുപാട് ലൈക്ക് ഓപ്പർച്യൂണിറ്റീസിലൂടെ സ്റ്റുഡൻസിനെ പ്ലേസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റി ട്രൈ ചെയ്യും, റൈറ്റ്? ഇപ്പോൾ കോ-ഓപ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരു കുട്ടി കോ-ഓപ്പ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് പഠിക്കുന്നതിന് കൂടെ തന്നെ അവർ ഇന്റേൺഷിപ്പ് പോലെ ചെയ്യാണ്, റൈറ്റ്? ആൻഡ് ഇഫ് ദ കമ്പനി ഈസ് ഹാപ്പി വിത്ത് യു, ഇഫ് യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ് ഓവർ ദെയർ, then the company would be happy to like extend your like അവര് നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറുണ്ട്. അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ്. ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പം കറന്റ്ലി കാനഡയിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് കോപ്പിൽ നിന്ന് ഡയറക്റ്റ് അവർക്ക് പി ആറിലേക്ക് പോകാൻ, അതായത് ജോബിലേക്കും പിന്നീട് പി ആറിലേക്കും പോകാനായിട്ട് പറ്റിയിട്ടുണ്ട്. യെസ്. സോ കോപ്പ് പഠിക്കുമ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് എൻ ഇന്റേൺഷിപ്പ്. പക്ഷേ ഇഫ് ദേ ആർ ഹാപ്പി വിത്ത് യു, ഇഫ് ദേ യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ് ഓവർ ദെയർ, then your employer would be happy to like make it into a full time work after you graduate. അപ്പോൾ നമുക്ക് like even കോഴ്സ് കഴിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ജോബ് ഓൾമോസ്റ്റ് guaranteed ആയി. So co-op is a very good option. Yeah. So which is why we have a very good employment rate.
അസയൻ PR പ്രോസ്പെക്റ്റീവിൽ നോക്കുമ്പം ട്രെൻഡ് യൂണിവേഴ്സിറ്റി എത്രത്തോളം സപ്പോർട്ടീവ് ആണ്? യെസ്, സോ ഫോർ എ സ്റ്റുഡൻറ്റ് ഒരു PR പ്രോസ്പെക്റ്റീവ് നോക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ ട്രെൻഡ് യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ ലൈക്ക് ഒണ്ടാരിയോയിലായതുകൊണ്ട് തന്നെ 2 PR pathways through സ്റ്റുഡൻസിന് അത് ലൈക്ക് യൂസ്ഫുൾ ആക്കാം. സോ വൺ ഇസ് ദി OINP, റൈറ്റ്, ഒണ്ടാരിയോ ഇമിഗ്രേഷൻ നോമിനി പ്രോഗ്രാം. അതായത് ഒരു ഒണ്ടാരിയോ റീജിയണിൽ വരുന്ന യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ദേ കെൻ ഒബ്വിയസ്ലി വൺസ് ദേ ഗെറ്റ് എംപ്ലോയിഡ് ആൻഡ് ഓൾ ദേ കെൻ അപ്ലൈ ഫോർ ദി PR. അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷനാണ് RCIP, റൈറ്റ്. സോ ഈ RCIP എന്ന് വെച്ചാൽ ഒരു റൂറൽ ഏരിയാസിൽ വരുന്ന യൂണിവേഴ്സിറ്റീസിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയേഴ്സിൽ ലൈക്ക് അവിടെ ജോബ് നമ്മൾ ചെയ്യുന്ന സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ RCIP ത്രൂവും ഒരു PR പാത്വേ ആണ്. സോ ഈ ഒരു OINP ആൻഡ് RCIP ആണ് ട്രെൻഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് കിട്ടുന്ന 2 PR പാത്വേസ്. ഓക്കെ സൈൻ, നമുക്ക് ട്രെൻഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് വിസ സക്സസ് റേറ്റ് ആണ്. അഡ്മിഷൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈസി. നമ്മൾ അക്കാഡമിക് റിക്വയർമെൻറ്റ്സും LORും അങ്ങനെ നോർമൽ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്താൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. ബട്ട് വിസ എന്നുള്ളതാണ് ഇപ്പോഴും നമുക്കൊരു എന്താ പറഞ്ഞ ബാലിക കേറാമല എന്ന് പറഞ്ഞ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ ഒരു സ്ട്രോങ് വിസ സക്സസ്ഫുൾ അല്ലെങ്കിൽ ഒരു 100% വിസ സക്സസ്ഫുൾ ആകാനായിട്ട് നമ്മൾ നോർമൽ നോക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഫസ്റ്റ് ഫിനാൻഷ്യൽസ് ആണ്. നമ്മളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ആയിരിക്കണം. നമ്മളുടെ ട്യൂഷൻ ഫീസും നമ്മുടെ 1 ഇയർ ലിവിങ് എക്സ്പെൻസും അതിനുള്ള ഒരു ഫിനാൻഷ്യൽസ്. അപ്പം GIC ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ GIC, അതർവൈസ് 1 ഇയർ ട്യൂഷൻ ഫീസ് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കുക. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് നമ്മളുടെ ഒരു ബാക്കപ്പ് സോഴ്സ് ഓഫ് ഫിനാൻസ് കാണിക്കുക. ഇത് കൂടാണ്ട് SOP എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ഉണ്ട്. ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കാനഡയിൽ വിസ സക്സസിന്? യെസ്, സോ സ്മിത പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ഫിനാൻഷ്യൽസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ലൈക്ക് ദേ ഷുഡ് know that you can support yourself while you're there financially, right? That is a very important thing. So അത് ക്ലിയർ ആയാൽ തന്നെ ലൈക്ക് എ ഗുഡ് പാർട്ട് ഇസ് ഡൺ. പിന്നെ അത് കൂടാതെ തന്നെ ലൈക്ക് SOP is a very important thing, right? സോ അതിലാണ് നമ്മൾ ആക്ച്വലി ലൈക്ക് നമ്മുടെ പേർപ്പസ്, നമ്മൾ എന്തിനാണ് ലൈക്ക് അവിടെ പോകുന്നത്, ലൈക്ക് അത് നമ്മൾ ആക്ച്വലി എത്രത്തോളം നമ്മൾ SOP ബ്യൂട്ടിഫൈ ചെയ്യുന്നു അത്രത്തോളം അവരുടെ ലൈക്ക് അവർ കൺവിൻസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ വി ഹാവ് ടു മേക്ക് എ കണക്ഷൻ. നമുക്കൊരു സ്റ്റോറി പോലെ ഒരു ഫ്ലോ വരണം SOPയിൽ, റൈറ്റ്? സോ ലൈക്ക് നമ്മളത് നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വെച്ച് കണക്ട് ചെയ്യുക. ലൈക്ക് ഗോയിങ് ഫോർ മാസ്റ്റേഴ്സ്, നമ്മൾ പഠിച്ചത് ലൈക്ക് ബാച്ചിലേഴ്സ് ഈ പ്രോഗ്രാമാണ് ചെയ്തത്, നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് ഇതിലാണ്. സോ വൈ യു ആർ ചൂസിങ് കാനഡ, റൈറ്റ്? സോ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ഈ ഫീൽഡിൽ കാനഡയിൽ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഹൗ ഇസ് ദാറ്റ് ഗോയിങ് ടു ഹെൽപ്പ് യു, നമ്മളതെങ്ങനെ ഹെൽപ്പ് ചെയ്യും? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് ചൂസ് ചെയ്തത്. വൈ ദിസ് യൂണിവേഴ്സിറ്റി? ഈ യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഈ ഫീൽഡ്സ് ഭയങ്കര ലൈക്ക് ഇറ്റ് ഈസ് വെരി ഹൈലി റാങ്ക്ഡ്. സോ അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് ഞാൻ ചൂസ് ചെയ്തു, ഈ യൂണിവേഴ്സിറ്റി ഞാൻ ചൂസ് ചെയ്തു. ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ കണക്ഷൻ കൊടുത്ത് എത്രത്തോളം SOP ബ്യൂട്ടിഫൈ ചെയ്യുന്നു, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരു നോർമൽ സ്റ്റുഡൻറ്റ്, ബിക്കോസ് ഞാൻ അവൈലബിൾ ആയിരിക്കത്തില്ല, സയാൻ എപ്പോഴും ഒരു ഡയറക്റ്റ് സ്റ്റുഡൻറ്റ് കോൺവെർസേഷൻ അവൈലബിൾ ആയിരിക്കണം എന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് ശരിക്കും HubSpot പോലെയുള്ള ഏജൻസീസിൻ്റെ സപ്പോർട്ട് വേണ്ടത്. 100% സ്റ്റുഡൻസിനെ നന്നായിട്ട് ഗൈഡ് ചെയ്ത് ടോട്ടൽ അവരുടെ സക്സസ്ഫുൾ വിസ ഡോക്യുമെൻറ്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസീസിൻ്റെ ഹെൽപ്പ് വേണ്ടത് ഈ ടൈമിലാണ്. ഓക്കെ, നമ്മൾ യൂണിവേഴ്സിറ്റിനെ പറ്റി പറഞ്ഞു, കാനഡ ഡെസ്റ്റിനേഷനെ പറ്റി പറഞ്ഞു. എപ്പോഴാണ് നമ്മൾക്ക് ഇനി നെക്സ്റ്റ് അവൈലബിൾ ഇന്ത്യക്ക് വരുന്നതാണ്? എപ്പോഴാണ് നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? യെസ്, സോ ഐ വുഡ് സേ ഇനിയിപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദി ഏർലിയസ്റ്റ് അവൈലബിൾ ഇൻടേക്ക് വുഡ് ബി സെപ്റ്റംബർ 2026, റൈറ്റ്? അതായിരിക്കും നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഇൻടേക്ക്. മോസ്റ്റ്ലി എല്ലാ യൂണിവേഴ്സിറ്റീസും എല്ലാ പ്രോഗ്രാംസ് എല്ലാം ഈ ഒരു സമയത്ത് ഓപ്പൺ ആയിരിക്കും. പക്ഷേ ഇനിയിപ്പോൾ വെൻ ഇസ് ദ റൈറ്റ് ടൈം ടു അപ്ലൈ ആൻഡ് ടു ലൈക്ക് ഇതെന്ന് പറഞ്ഞാൽ ഐ വുഡ് സേ റൈറ്റ് നൗ ഇഫ് പോസിബിൾ ടുഡേ, റൈറ്റ്? ബിക്കോസ് നമുക്ക് ഇതൊരു കുറച്ചൊരു ലെങ്തി പ്രോസസ് ആയിരിക്കും. നമ്മൾ ലൈക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡി ആക്കണം, നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്ത് നമുക്ക് ഓഫ് ലെറ്റർ കിട്ടണം, ഓഫ് ലെറ്റർ കിട്ടിയിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് പേയ്മെൻറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വിസ പ്രോസസ് ചെയ്യണം, അപ്രൂവൽ കിട്ടണം. സോ ദിസ് ഇസ് എ ലെങ്തി പ്രോസസ്. സോ ഇഫ് യു ആർ someone who's looking to go to Canada in 2026, then now today is the right time to apply and start your journey. യെസ്, നമ്മൾ പറഞ്ഞു MOE അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, ദ ടൈം ഓഫ് അഡ്മിഷൻ. ബട്ട് കാനഡ ആസ് എ ഡെസ്റ്റിനേഷൻ നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് മാൻഡേറ്ററി ആണ്. സോ MOE ഉള്ള സ്റ്റുഡൻസിനും ആസ് എ വിസ പ്രോസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ SOPയും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ഓഫ് സ്റ്റഡി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻഷ്യൽസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ
ഇപ്പം fall 26-ൻ്റെയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ട്യൂഷൻ ഡെപ്പോസിറ്റ് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യാനും ഇറ്റ്സ് എ പ്രോസസ്, ലോങ് പ്രോസസ്. സോ 2026 fall ഇൻടേക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ അറേഞ്ച് ചെയ്യാനും കൂടെ ഉള്ളൊരു ടൈമാണ്. ഒരു നോർമൽ വിസേനെക്കാട്ടിലും ഇപ്പം നേരത്തെ നമുക്ക് SDS കാറ്റഗറി വിസാസ് ഉണ്ടായിരുന്നു, ഇപ്പം കോമൺ കാറ്റഗറി ആണുള്ളത്. സോ ഒരു വിസ ടൈമിങ്ങും കൂടുതലുണ്ട്. ഒരു 2 to 3 months പ്രയർ ആയിട്ട് വിസ അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും ഒരു ഓൺ ടൈമിൽ വിസ ഗ്രാൻഡ് ചെയ്തിട്ട് കറക്റ്റ് ടൈമിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിനാരിയോ. Absolutely. Yes. So ഇപ്പോൾ ഫിനാൻഷ്യൽസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ലൈക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഒരു എഡ്യൂക്കേഷൻ ലോണിൽ പോകാനായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് അനദർ പ്ലേസ് ഐ വുഡ് ലൈക്ക് ടു സേ ദ ട്രെൻഡ് ലൈക്ക് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ ഫോർ യു, റൈറ്റ്? സോ യൂഷ്വലി നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ you would need to show like a very collaterals നമ്മൾ കാണിക്കണം, റൈറ്റ്? അതായത് നമ്മളിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഈക്വൽ അല്ലെങ്കിൽ അതിനേക്കാളും ഒരുപാട് വാല്യൂ വരുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു കൊലാറ്ററൽ കാണിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്ന സംഭവം കിട്ടുള്ളൂ. ആൻഡ് ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ആർ ഡിപ്പെൻഡന്റ് ഓൺ എഡ്യൂക്കേഷൻ ലോൺസ്, റൈറ്റ്? സോ ഇവിടെ ട്രെൻഡിന് വരുന്നൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ there are financial institutions, right? That offer non-collateral loans for students. Okay. Right? So അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ you just need to have like an offer letter from the university. Okay, for example Trent ആണെന്നുണ്ടെങ്കിൽ it is one of the very few universities, like ഒരു usually കാനഡയിൽ തന്നെ I would say maybe only ഒരു 25 യൂണിവേഴ്സിറ്റീസിന് മാത്രം കിട്ടുന്ന ഒരു ഓപ്ഷനാണിത്. അതായത് കൊളാറ്ററൽ ഒന്നും ഇല്ലാതെ യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്ററിന്റെ ബേസിസിൽ മാത്രം some companies are willing to offer you non-collateral loan. Okay. Right? So അതെങ്ങനെയാണെന്ന് വെച്ചാൽ we just have to get the offer letter, and with the offer letter you can apply for the loan and get the amount without having to show any collateral, any property, anything like that. ഓക്കെ, സം പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ആണ് ഈ 25 യൂണിവേഴ്സിറ്റി ഉള്ളത്. ട്രെൻഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. യെസ്, ആബ്സല്യൂട്ട്ലി. സോ ഈ 25 യൂണിവേഴ്സിറ്റി കാനഡയിൽ ജസ്റ്റ് 25 യൂണിവേഴ്സിറ്റീസ് മാത്രമാണ് ഈ ഒരു ലിസ്റ്റിൽ വരുന്നുണ്ടായിരിക്കുക. അതിൽ ലിസ്റ്റ് നോക്കിയാൽ അറിയാം, ലൈക്ക് നമുക്ക് അറിയാവുന്ന ഏറ്റവും യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോ, യൂണിവേഴ്സിറ്റി ഓഫ് വാട്ടർലൂ, യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട, ഇതുപോലെ ഏറ്റവും ലൈക്ക് നമ്മുടെ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ IIT ഇക്വലന്റ് ആയിട്ടുള്ള കനേഡിയൻ യൂണിവേഴ്സിറ്റീസ് ആണ് ഈ ഒരു ലിസ്റ്റിൽ 25 യൂണിവേഴ്സിറ്റീസ് വരുന്നത്. അതിൽ വൺ ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഇസ് ട്രെൻഡ്. Okay. So Trent, I would say Trent is the only easily available option in this list, right? ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിക്വയർമെൻറ്റ്സ് വളരെ ഹൈ ആയിരിക്കും. മേ ബി യു നീഡ് 80%, റൈറ്റ്? ഈ 80% ഓർ അബവ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്താൽ ഓഫർ വരാനുള്ള ചാൻസ് വളരെ ലെസ് ആണ്, ബിക്കോസ് ദർ അക്സെപ്റ്റൻസ് റേറ്റ് ഇസ് വെരി ലോ, ലൈക്ക് മേ ബി 5% ഓർ 8%, 10%, റൈറ്റ്? സോ ഈ ഒരു ലിസ്റ്റിൽ ഒരു ഹൈ റാങ്കിങ് ആയിട്ട് കൊളാറ്റർ ഒന്നും ഇല്ലാതെ ലോൺ കിട്ടി പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ട്രെൻഡ് യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ. ഈ നോൺ കൊളാറ്ററൽ ലോൺസ് ഫോർ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് അല്ലേ? യെസ്. സോ അവരുടെ ഫാമിലിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, അതുപോലെ തന്നെ നോൺ കൊളാറ്ററലായിട്ട് ലോൺ കിട്ടുന്ന ഒരു ഏറ്റവും സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ട്രെൻഡ്. ഡെഫിനറ്റ്ലി, യെസ്. ഓൾ ദീസ് തിങ്സ് ലൈക്ക് പറഞ്ഞതുപോലെ 16-month മാസ്റ്റേഴ്സ് പ്രോഗ്രാം വിത്ത് 3 years stay back. You can accompany നമ്മുടെ എല്ലാ പ്രോഗ്രാമും ഇൻക്ലൂഡിംഗ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റും 3 year പോസ്റ്റ് ഗ്രാജുവേറ്റ് work permit available ആണ്. Yes, all our programs like bachelor's, postgraduate certificates, masters, everything is eligible for up to 3 years of postgraduate work permit. Yeah. Yes, so you can take your dependents as well when it comes to the master's program that is over 16 months of duration. Sayan, are you ready for the rapid fire round? Yes, shoot. Canada is really too expensive. I don't think so. Compared to some English-speaking countries, I don't think Canada is very expensive. I would say that's a myth. What do you think? You have 10 years of experience in this industry. What do you think? I totally agreed with that. Canada അത്രയൊന്നും എക്സ്പെൻസീവ് അല്ല. ഇപ്പോഴും കാനഡയിൽ ഫുൾ ഫണ്ട് ഓപ്ഷൻസ് ഉണ്ട്. യൂണിവേഴ്സിറ്റീസ് നല്ല സ്കോളർഷിപ്പ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ഇല്ലെങ്കിൽ കൂടെയും നമുക്കൊരു 10 lakhs ബിലോ ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് വരുന്ന ഒരുപാട് സ്റ്റഡി ഓപ്ഷൻസ് ഇപ്പോഴും കാനഡയുണ്ട്. So guys, Canada is not much expensive. Yes, especially compared to other English-speaking countries like Australia and US, it's not expensive. Yes. Ready for the next question? Yes. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് കാനഡയിൽ സക്സീഡ് ചെയ്യാൻ പറ്റുമോ? Definitely. So Canada offers lot of options for students who don't meet the requirements. So ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ട്രെൻഡ് യൂണിവേഴ്സിറ്റി കേസിൽ പറയുകയാണെങ്കിൽ തന്നെ we have a lot of pathway options, right, for students who are not meeting the requirements. So നമുക്ക് requirements കുറച്ച് കുറവാണെന്ന് കരുതിയിട്ട് we don't have to be discouraged. We still have options for you. Okay. So എന്ത് കോഴ്സ് എടുക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും
നമ്മൾ സക്സീഡ് ആകുന്നോ അല്ലയോ എന്നത് അല്ലേ? യെസ് സോ നമുക്ക് മേ ബി നമ്മുടെ ലൈക്ക് സർട്ടൺ യൂണിവേഴ്സിറ്റീസ് ഫോർ എക്സാമ്പിൾ ഇഫ് ഐ എം ടോക്കിംഗ് അബൌട്ട് ട്രെൻഡ്, നമ്മൾ ഇപ്പോൾ നമ്മുടെ ടോട്ടൽ കോഴ്സിൽ ആവറേജ് കുറവാണെന്നുണ്ടെങ്കിലും വി ഇൻഡിവിജ്വലി ലുക്ക് അറ്റ് യുവർ സബ്ജക്ട്സ്, നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ്സ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇൻഡിവിജ്വലി സബ്ജക്ട്സിൽ നോക്കും. ഓക്കെ, സോ ലെറ്റ്സ് സേ ഇപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സിൽ ലെറ്റ്സ് സേ മാത്തമാറ്റിക്സ് നമുക്ക് നല്ല മാർക്സ് ഉണ്ട്, ബട്ട് മേ ബി ഫിസിക്സിൽ മാർക്ക് കുറവാണ്. ഫോർ എക്സാമ്പിൾ BSc ആണ് ചെയ്തത്, നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു മാത്തമാറ്റിക്സ് മാസ്റ്റേഴ്സിനാണെന്നുണ്ടെങ്കിൽ യു മൈറ്റ് സ്റ്റിൽ ഗെറ്റ് അഡ്മിറ്റ് ബിക്കോസ് in mathematics your marks are high and in some other subjects your marks are low. So ഇങ്ങനെ നമുക്ക് നോക്കിയിട്ട് ലൈക്ക് അതുപോലെ തന്നെ പാത്വേ ഓപ്ഷൻ ഞാൻ പറഞ്ഞതുപോലെ റിക്വയർമെന്റ്സ് ലെസ് ആണെന്നെങ്കിൽ പാത്വേ ഓപ്ഷൻസിലൂടെ അവർക്ക് ലൈക്ക് ഡയറക്റ്റ് എൻട്രി കൊടുക്കുന്ന ഓപ്ഷൻസും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി സ്റ്റുഡൻസ് ഹൂസ് ലൈക്ക് മാർക്സ് ആർ ലിറ്റിൽ ബിറ്റ് ലോവർ സൈഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് റൈറ്റ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനായിരിക്കും നമ്മൾ അഡ്വൈസ്. ഡെഫിനറ്റ്ലി. ആൻഡ് ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അക്സെപ്റ്റൻസ് ലൈക്ക് നമുക്കൊരു 50% above ഉള്ള സ്റ്റുഡൻസിന് വരെ അപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് average students, like students whose marks are on the lower side, can also succeed and find courses, right courses in Canada with postgraduate work permit and all the other perks. Okay. The third one നല്ല ഫണ്ണിയാണ്. IELTS is mandatory. ഇത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നോ പറയും, because PT is also accepted. Yes. So universities and colleges accept like like IELTS, PT, TOEFL and Duolingo and everything. Okay. But Canada as a country you would need come to to have visa sector, IELTS or PTE we can give. Yes. So ലാംഗ്വേജ് വേണോ, ലാംഗ്വേജ് സ്കോർ വേണോ എന്ന ക്വസ്റ്റ്യൻ ഓക്കെ റെലവൻ്റ് ആയിരിക്കും. IELTS മാത്രമല്ല വിസയ്ക്ക് വേണ്ടി നമുക്ക് PTE യൂസ് ചെയ്യാം. യെസ് ഡെഫിനറ്റ്ലി. അഡ്മിഷന് വേണ്ടി IELTS, PTE, Duolingo, ഇവൻ MOA നമുക്ക് യൂസ് ചെയ്യാം. യെസ് വേവറും നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ടു ഗെറ്റ് ദി ഓഫർ ലെറ്റർ you don't need to have you must it's not a compulsory requirement. The next one, ഇത് ഏറ്റവും കൂടുതൽ ഇവിടെ കുട്ടികൾ കബളിപ്പിക്കപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ മീൻ റോങ് ഗൈഡൻസ് കൊടുക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും പറയുന്നതാണ് പാർട്ട് ടൈം ജോബ് ഗ്യാരണ്ടി. ശരിക്കും കാനഡയിൽ പാർട്ട് ടൈം ജോബ് ഗ്യാരണ്ടീഡ് ആണോ? I wouldn't say it's guaranteed. See, അപ്പോൾ പാർട്ട് ടൈം ജോബ് ആയിക്കോട്ടെ ലൈക്ക് പ്ലേസ്മെന്റ് ആയിക്കോട്ടെ, നോബഡി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ബിക്കോസ് നമുക്കിപ്പോൾ ലൈക്ക് നമ്മൾ അവിടെ പോയിട്ട് ഒബ്വിയസ്ലി വി ഹാവ് ടു പുട്ട് അവർ എഫേർട്ട്. നമ്മുടെ എങ്ങനെ ഇന്റർവ്യൂ നമുക്ക് ആര് ജോബ് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബേസിക്കലി നമുക്കൊരു ജോബ് കിട്ടുന്നത് നമ്മൾ അവിടുത്തെ ഒരു ലൈക്ക് എംപ്ലോയർ ആയിട്ട് സംസാരിച്ച് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ജോബ് കിട്ടുള്ളൂ. സോ ഇഫ് വി ഗോ ആൻഡ് ഫ്ലങ് ദി ഇന്റർവ്യൂ then obviously we won't get the job. But there are options. That's what we can say. Options ഉണ്ട്. There's a lot of requirement. ജോബ്സിനായാലും പാർട്ട് ടൈം ജോബ്സിനായാലും റിക്വയർമെന്റ് ഒരുപാടുണ്ട്. നമ്മൾ അത് കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് അറ്റൻഡ് ചെയ്ത് നമ്മളത് അവരോട് നല്ല കോൺഫിഡൻറ്റ് സംസാരിച്ച് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്താൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ്. ഇപ്പം പാർട്ട് ടൈം ജോബിന്റെ ടൈം കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്. നേരത്തെ അത് 20 hours ആയിരുന്നു, ഇപ്പൊ അത് 24 hours മാറ്റിയിട്ടുണ്ട്. Yes. Earlier 20 hours ആയിരുന്നു. So now 4 hours കൂടെ നമുക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യാം. So you can earn like around somewhere up to like $100 CAD extra every week. So that's a good thing. അതുപോലെ എനിക്ക് റീസെന്റ് വന്നൊരു എൻക്വയറി ആണ്. അതായത് ആ സ്റ്റുഡൻറ്റിന് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നത്, പക്ഷേ സർട്ടൻ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആൾക്ക് ആ സമയത്ത് എഡ്യൂക്കേഷൻ ലോണൊന്നും പ്രോപ്പറായിട്ട് ആയിട്ടില്ലായിരുന്നു, കുറച്ച് ഡിലേ വന്നു. സോ ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കറൻ്റ്ലി ബാച്ചിലേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇപ്പോൾ ആളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ മാറി, എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഓരോ ഡിഫിക്കൽട്ടീസ് ഒക്കെ മാറി, അപ്രൂവൽ ആയിട്ടുണ്ട്. സോ ഈ കുട്ടി ഈ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യണോ, ഓർ ആ കുട്ടിക്ക് ബാച്ചിലേഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്ട് കാനഡയിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? എസ്പെഷ്യലി ട്രെൻഡ് യൂണിവേഴ്സിറ്റിക്ക് അതുപോലത്തെ ഓപ്ഷൻസ് ഉണ്ടോ? യെസ് ഡെഫിനറ്റ്ലി വി ഡു ഹാവ് ഓപ്ഷൻസ്. സോ ഇപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഇഫ് ദ സ്റ്റുഡൻറ്റ് ഇസ് ലൈക്ക് ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ദേ റിയലി വോണ്ട് ടു ഗോ ടു കാനഡ, ദേ മൈറ്റ് ഹാവ് ടു വെയിറ്റ് another 2 to 3 years before they complete their program. But they don't have to do that, right? ഇപ്പോൾ at Trent University we take in students like credit transfer ചെയ്ത് നമുക്ക് സ്റ്റുഡൻസിന് എടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് 2026 അവർ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യും, ഫസ്റ്റ് 2 semesters കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ അപ്ലൈ റൈറ്റ് നൗ. ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞ മാർക്സ് കാർഡ് കയ്യിലുണ്ടായിരിക്കും, അത് വെച്ച് അപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ ഒരു ലൈക്ക് പ്രെഡിക്റ്റീവ് സ്കോർ പോലെ അതും എടുക്കാം സെക്കൻഡ് സെമസ്റ്ററിൻ്റെ. അത് വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വുഡ് ലുക്ക് അറ്റ് ദെയർ ക്രെഡിറ്റ്സ്. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോഴ്സായിട്ട് മാച്ചിങ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിൽ ഗെറ്റ് ഡയറക്റ്റ് എൻട്രി ഇൻ ടു ദി സെക്കൻഡ് ഇയർ. സിമിലർലി 2 years കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണ്, ഇനിയിപ്പോൾ തേർഡ് ഇയറിലേക്കാണ് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ പോകുന്നത്. അവർക്കും അവരുടെ സോഫാർ കിട്ടിയിട്ടുള്ള ട്രാൻസ്ക്രിപ്റ്റ്സ് വെച്ച് അപ്ലൈ ചെയ്യാം. ദേ മൈറ്റ് ഗെറ്റ് എൻട്രി ഡയറക്ട്ലി ഇൻ ടു ദി തേർഡ് ഇയർ. സോ
you can credit transfer to Canada to Trent University. അതാവുമ്പോൾ ലൈക്ക് വൺസ് യു ഗ്രാജുവേറ്റ് അവിടെ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് you will be a Canadian graduate. You will be a Canadian Trent University bachelor's graduate. So that is a good option. So അതൊരു it good becomes affordable also, yes. So bachelor's is like 4 years in Canada. ഇതിങ്ങനെ credit transfer ചെയ്യുന്നതോടുകൂടി you can complete your bachelor's within 2 or 3 years. Yeah, 2 or 3 years. Okay, it's actually a nice option. Yes. അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ ഇവിടെ തന്നെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ കേസസ് ഉണ്ടാവും. അതായത് ബാച്ചിലേഴ്സ് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, വേറൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തു, സർട്ടിഫിക്കറ്റ് എടുത്തു. ഇങ്ങനെയുള്ള സ്റ്റുഡൻസിന്, അതുപോലെ തന്നെ NIE ഓപ്പൺ ബോർഡ്, ഇങ്ങനെയുള്ള സ്റ്റുഡൻസിന് ബാച്ചിലേഴ്സിനും അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനും അഡ്മിഷൻ കിട്ടുമോ? അതായത് നോർമൽ ബോർഡ് അല്ലാതെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ബോർഡോ ക്രെഡിറ്റ് ട്രാൻസ്ഫർ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഓപ്പൺ ബോർഡിലോ പഠിച്ച സ്റ്റുഡൻസിന് അഡ്മിഷൻ കിട്ടുമോ? Definitely they will get the admission. ഒരേ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ സ്കൂൾ ഓർ ദി യൂണിവേഴ്സിറ്റി ഷുഡ് ബി അപ്രൂവ്ഡ്. ലൈക്ക് അതൊരു അക്രഡിറ്റേഷൻ ഉള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ UGC അഥവാ NAC ഇതുപോലുള്ള അക്രഡിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി accept students who has completed their degree through through credit transfer. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ലോഗ്സ് സാധാരണ ഇവിടെ നമ്മുടെ അറിയാമല്ലോ, ബാച്ചിലേഴ്സ് പഠിക്കും കുട്ടികൾ കുറച്ചൊക്കെ ഉഴപ്പിയിട്ടൊക്കെ ആയിരിക്കും ഫസ്റ്റ് ഇയർ. അപ്പോൾ ഓഫ് കോഴ്സ് അവർക്ക് ബാക്ക്ലോഗ്സ് ഒക്കെ കാണും. സോ ഈ ഹൈ റാങ്ക് യൂണിവേഴ്സിറ്റീസ് കാനഡ വരുമ്പം ബാക്ക്ലോഗ്സ് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാറില്ല. വാട്ട് അബൌട്ട് ട്രെൻഡ് യൂണിവേഴ്സിറ്റി? യെസ്, വെരി ഗുഡ് പോയിന്റ്. സോ കാനഡയിൽ ഒരു ഹൈ റാങ്കിങ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ദേ ഹാവ് എ വെരി സ്ട്രിക്റ്റ് ക്യാപ്പിംഗ് ഓൺ ദി നമ്പർ ഓഫ് ബാക്ക്ലോഗ് സ്റ്റുഡൻറ്റ് ക്യാൻ ക്യാരി. അതായത് ഒരു സ്റ്റുഡൻറ്റ് മാക്സിമം മേ ബി ലൈക്ക് ദി ജനറൽ റൂൾ ഇസ് ലൈക്ക് ഒരു ഇയറിൽ മാക്സിമം 1 or 2 backlogs. ഒരു 4 years ഡിഗ്രി ആണെങ്കിൽ യു ക്യാൻ ഹാവ് അപ് ടു 8 backlogs. സം യൂണിവേഴ്സിറ്റീസ് ലിമിറ്റഡ് ടു ഈവൻ 4. ഒരു 4 വർഷത്തിൽ 4 ബാക്ക്ലോഗേ പാടുള്ളൂ എന്നുള്ളൊരു റൂൾ ഉണ്ടാവാറുണ്ട്. 3 year ഡിഗ്രി ആണെങ്കിൽ 6. ബട്ട് അറ്റ് ട്രെൻറ്റ് യൂണിവേഴ്സിറ്റി വി ഡോണ്ട് ഹാവ് എനി ക്യാപ്പിംഗ് ഓൺ ദി നമ്പർ ഓഫ് ബാക്ക്ലോഗ്സ്. അതായത് റിക്വയർമെന്റ്സ് മീറ്റ് ആയാൽ you have 70%, you have a 4 years degree, then you can get the admission. Backlogs ഒരു ക്യാപ്പിംഗും ഇല്ല. You can have as many backlogs as you want. Similarly, age also. Some universities have a capping restriction. Age. Yes, age in the sense like study gap. Maybe bachelor's കഴിഞ്ഞിട്ട് ഒരു 10 years ആയിട്ടുണ്ടായിരിക്കാം, 15 years ആയിട്ടുണ്ടായിരിക്കാം, വർക്ക് ചെയ്യുന്ന ഒരു applicant ആയിരിക്കാം. They can also apply to Trent and get the admission. Okay. We don't have any capping on the age or the like study gap. ഓക്കെ. സോ ഈ പോഡ്കാസ്റ്റിലൂടെ നമുക്ക് ഇപ്പോഴും കാനഡ ഇപ്പോഴും ടോപ്പ് ഡെസ്റ്റിനേഷനിൽ എങ്ങനെ നിൽക്കുന്നു, ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിനെ എത്രത്തോളം വെൽക്കം ചെയ്യുന്നു, ക്വാളിറ്റി എഡ്യൂക്കേഷനെ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഏറ്റവും നല്ല PR ഓപ്ഷൻസ് എങ്ങനെ സ്റ്റുഡൻസിന് കൊടുക്കുന്നു എന്നുള്ള നോർമലായിട്ടുള്ള ഐഡിയാസ് കിട്ടി. അതുപോലെ തന്നെ ട്രെൻറ്റ് യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടി. സോ താങ്ക് യു സയാൻ ഫോർ കോപ്പറേറ്റിംഗ് വിത്ത് അസ്. Yes, thank you so much for having me. I had a great time. And what I want to tell the students is that if you're looking to study in Canada, then this is the right time to apply. And right now we have the application fee waiver also. So ഏതെങ്കിലും സ്റ്റുഡൻസ് ബാച്ചിലേഴ്സിന് ആയിക്കോട്ടെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ്സിന് ആയിക്കോട്ടെ, അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ they can apply for free. Okay. And to apply, you can always reach out to our trusted partner, HubSpot International. Thank you very much.